സ്കൂൾ കലോത്സവ വേദികളിൽ സമയത്തിനെത്താത്ത മത്സരാർത്ഥികളെ ഒഴിവാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഒന്നിലധികം മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ അസൗകര്യവും ബുദ്ധിമുട്ടും ഒഴിവാക്കാൻ ക്ലസ്റ്റർ ക്രമീകരണം വരുത്തുവാനും തീരുമാനം. സംഘാടക സമിതി ഓഫീസിൽ ചേർന്ന ജില്ലാ ടീം കോർഡിനേറ്റർമാരുടെ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിവരങ്ങൾ നൽകുവാനായി ലിജോ ഉണ്ട്. ലിജോ, ഒരുപാട് കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിലാണ് പുതിയ തീരുമാനം, വിദ്യാഭ്യാസ വകുപ്പിന്റെ ഈ പുതിയ തീരുമാനം. എന്താണ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലുണ്ടായ തീരുമാനങ്ങൾ? സാധാരണയായിട്ട് എല്ലാ ദിവസവും മത്സരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതാത് ദിവസത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനായി ഒരു യോഗം ചേരും. അത്തരത്തിലൊരു യോഗത്തിലാണ് ഇന്ന് പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അതിന് കാരണം മത്സരങ്ങളെല്ലാം തന്നെ കൃത്യസമയത്ത് അവസാനിപ്പിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം ആദ്യഘട്ടം മുതൽ തന്നെ മന്ത്രി വി ശിവൻകുട്ടി നൽകിയിരുന്നു. പക്ഷേ അതൊന്നും നടക്കാതെ വന്നതോടുകൂടിയാണ് മന്ത്രിയുടെ ഭാഗത്ത് അല്പം കർശനമായിട്ടുള്ള ഒരു നടപടിയിലേക്ക് കടക്കുന്നു എന്നുള്ള കാര്യം പറയുന്നത്. ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ, തേർഡ് കോൾ കഴിയുമ്പോൾ വേദിയിൽ എത്താത്തവരെ ക്യാൻസൽ ചെയ്യും എന്നുള്ള ഒരു കാര്യം നിലവിൽ തന്നെ അറിയിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ഈ മത്സരാർത്ഥികൾക്ക് മറ്റ് വേദികളിൽ മത്സരമുണ്ടെങ്കിൽ അത് തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാനായി ക്ലസ്റ്റർ തിരിച്ചുമാണ് മത്സരങ്ങൾ നടത്തുന്നത്. പക്ഷേ അതൊക്കെ ഉണ്ടായിട്ട് പോലും ഈ വിളിക്കുന്ന സമയത്ത് കൃത്യസമയത്ത് വേദിയിൽ ഹാജരാകുന്നില്ല. അതുപോലെ തന്നെ അപ്പീലുകളുടെ ആധിക്യം, കഴിഞ്ഞ വർഷം ഇത്തരത്തിൽ അപ്പീലുകൾ ഇല്ലാതിരുന്നതിനാൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ മത്സരങ്ങൾ സമയക്രമം പാലിക്കാൻ കഴിഞ്ഞു. പക്ഷേ ഇത് അതേ ദിവസം രാവിലെ വരുന്ന മത്സരാർത്ഥികളെ പോലും പങ്കെടുപ്പിക്കേണ്ട ഒരു അവസ്ഥയാണ്. അതൊക്കെ കൊണ്ട് മത്സരങ്ങൾ നീണ്ടുപോകുന്നു. പക്ഷെ അതൊരു കാരണവശാലും അനുവദിക്കില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സമാപന ദിവസം ഉച്ചയ്ക്ക് 1 മണി കഴിയുമ്പോൾ തന്നെ മത്സരങ്ങൾ പൂർത്തിയാക്കണം എന്നൊരു കർശന നിർദ്ദേശം നൽകിയിരുന്നു. ഈ സംഘാടക സമിതിയിൽ ഓഫീസിൽ ചേർന്ന ജില്ലാ ടീം കോർഡിനേറ്റർമാരുടെ അവലോകന യോഗത്തിലാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയത്. വരുന്ന ദിവസങ്ങളിൽ ഇത് പാലിക്കും. മാത്രവുമല്ല, അടുത്ത വർഷം മുതൽ കലോത്സവ മാനുവൽ പരിഷ്കരിക്കുമെന്നുള്ളൊരു കാര്യം അറിയിച്ചിരുന്നു. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയായിരിക്കും അത്തരത്തിലൊരു പരിഷ്കരണത്തിലേക്ക് കടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, ലിജോയാണ് കൊല്ലത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.